വളരെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബലൈസ് ദ ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ, അത് നാട്ടുകാരെ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ദുരന്ത ഫലം അത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്കിന്നിവിടെ കാണാനുള്ളത്, അത് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരെ കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇന്നിവിടെ ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ ജൂതൻ്റെ വീട്ടുപടിക്കലോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പഠിക്കലോ ഒക്കെ ആയിട്ട് ആളുകൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ നേരിടാൻ വേണ്ടിയിട്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നടക്കുന്നത് ഇപ്പോഴും വാർത്തയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിത് പറയുന്നത് എന്നും കൂടി ഒന്ന് ആലോചിക്കാം. കാരണം ഇതിപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് പരിചയത്തിലുണ്ട്, ഇപ്പോൾ യാത്രയിലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള മറ്റ് യൂറോപ്പിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ചില ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെയും അവർ നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെയും സംഭവങ്ങളുടെയൊക്കെ വാർത്തകളും ചിത്രങ്ങളൊക്കെ നമുക്കിപ്പോഴും അയച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചില വാർത്തകൾ ഇപ്പോൾ തന്നെ ന്യൂസായി വന്നിട്ടുണ്ട്. നെതർലാൻഡ്സിൽ ഒരു വണ്ടി ഇടിച്ച് തെറിപ്പിച്ചതിനെക്കുറിച്ച്, അതായത് ഈ ഒരു പ്രോ ഹമാസ് ഒരു പ്രൊട്ടസ്റ്റിൽ മനം നൊന്നിട്ട് അല്ലെങ്കിൽ അതിൽ മടുത്തിട്ട് ആ നാട്ടുകാരിലൊരാൾ വണ്ടി ഇടിച്ച് കയറ്റുകയാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഒരു പ്രോ ഹമാസ് പ്രൊട്ടസ്റ്റിൻ്റെ മേത്തേക്ക്. അതുവരെ ഇവിടെ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ടുള്ള ചില അക്രമ സംഭവങ്ങളിലേക്ക് വരെ ഇത് എത്തുന്നു എന്നതും കൂടിയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമുക്കിവിടെ ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് കണ്ട ഒരു വാർത്ത തന്നെയാണ്. 2 ജൂതന്മാരായിട്ടുള്ള വ്യക്തികളെ അവരെ കൊല ചെയ്തിരിക്കുന്നു, വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ജൂയിഷ് മ്യൂസിയത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു വിശേഷം. അതോടൊപ്പം തന്നെ സംഭവിച്ച മറ്റൊരു കാര്യം, അല്ലെങ്കിൽ അതിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പരിപാടി അവിടെ നടക്കുന്നത് സമയത്ത് ഇതിൽ ഈ പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തികളിൽ ഒരാൾ, അതായത് ഇവർ ഈ അടുത്ത് തന്നെ വിവാഹിതരാകാൻ പോകുന്ന 2 പേരാണ്. കൊന്നത് ഏലിയാസ് റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദിയാണ് കൊന്നിരിക്കുന്നത്. സംഭവിച്ചത് വാഷിങ്ടൺ DC-യിലാണ്. ഇതിൽ സാറ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പാലസ്തീനിയൻസും ഇസ്രായേലികളും തമ്മിലുള്ള സമാധാനം അത് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സാറ എന്നും കൂടിയാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. ആ വ്യക്തിയാണ് ഇവിടെ ജൂതനാണ് എന്നതിൻ്റെ പേരിൽ അവിടെ വെടിവെച്ച് കൊല്ലുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ദാറ്റ്സ് ദ ഐറണി എന്നാണ് കൊല്ലപ്പെട്ട ഒരു വനിതയുടെ, ആ ഒരു സ്ത്രീയുടെ അച്ഛൻ പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാനും കൂടി കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല ചെയ്യാൻ വേണ്ടി ഈ ഗ്ലോബലൈസ് ദ ഇന്തിഫാദ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എന്താണ് അവർ തലയിലേറ്റിയത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കാം. ഇവിടെ കൊല നടത്തിയ ഈ നമ്മുടെ ചങ്ങാതി ആള് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അലറി വിളിക്കുന്നതും കൂടി നമുക്കിവിടെ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ വേറൊരു കാര്യം തുടക്കത്തിൽ പറയാനുള്ളത്, ചില ആളുകൾ ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ അക്രമം നടത്തിയത് കാക്കാനല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല എന്നുള്ളത്. 2 കാര്യമാണ് നമുക്കവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഒന്ന്, നമ്മളൊരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് അതിൻ്റെ പിന്നിൽ കാക്കാൻ വരുമ്പോൾ മാത്രമല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു വിഷയത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മളിവിടെ പറയാറുണ്ട്. ഒരു വിഷയത്തിൻ്റെ പിന്നിൽ കാക്കാൻ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ പറയുന്നു എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നമാണ്. അത് നമ്മുടെ കുഴപ്പമല്ല. ഏതായാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കാര്യം പറയാനോ പറയാതിരിക്കാനോ നമ്മൾ കിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ ക്ലിയറായിട്ട് പറയുന്നു, ഇവിടുത്തെ വിഷയം ഈ ഗ്ലോബലൈസ് ദ ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു സംഗതി, ഈ ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു വിഷയം, ആ ഇന്തിഫാദ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതിവിടെ ചർച്ചയാക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് പോകാനും അതിൻ്റെ ചില വശങ്ങളെക്കുറിച്ച് പറയാനും അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടിയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഇതിനവസാനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഇതിൽ കാണുന്നൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ അറ്റാക്ക് നടത്തിയതിന് ശേഷം ഇയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആൾ നടത്തിയ ചില പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്കതൊന്നുകൂടി ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, നമ്മളുടെ ഈ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന അത്രയും സമയം ഈ ഒരു സംഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുക. കാരണം ഇതിൻ്റെ മുന്നിലൂടെ പോയിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ
മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഒരു വിഷയത്തിൻ്റെ പേരിൽ ആഗോളതലത്തിലൊരു ഇതുപോലൊരു ഇളക്കം ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ മര്യാദയ്ക്ക് അവിടുത്തെ ജനോസൈഡ് നടത്തിക്കില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇവിടെ ജനോസൈഡ് നടത്തുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ ഗ്ലോബലൈസ് ദ ഇന്തിഫാദ എന്ന് പറയുന്ന ആ ഒരു കോൾ അത് എത്രമാത്രം അപകടമാണെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഈ ഒരു സാധനത്തിൻ്റെ ബാക്കിയാണ് നമ്മുടെ മുഖ്യമന്ത്രിമാരടക്കം അവരുടെ തോളിൽ ഈ കഫിയയും ഇട്ടിട്ട് ഈ കറങ്ങി നടക്കുന്ന അവസ്ഥ വരെ ഉണ്ടായത്. അതും കൂടി നമ്മളിവിടെ ഒന്ന് ആലോചിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളിത് പറയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മളെ മുന്നിലേക്ക് വരികയാണ്, അത് നമ്മൾ എടുത്ത് പറയേണ്ടി വരികയാണ്. അപ്പം അങ്ങനെ ഓരോ സംഗതിയായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് ഇങ്ങനെ വന്നു മറിയുന്നതും അത് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള അവസരമായിട്ട് മാറുകയും ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാനുള്ള ഒരു അവസരം. ഈ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു വിശേഷം ഒന്ന് കാണാം. യെസ്, അവിടെ കണ്ടു. ആ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ നിങ്ങൾക്ക് ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ചിത്രം ഞാനിവിടെ ഒന്നുകൂടി വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ആ ചങ്ങാതി. അപ്പോൾ ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു ആ ഫോട്ടോ കാണുമ്പോൾ അതിലൊരു കാര്യം നിങ്ങൾക്ക് അവിടെ കാണാം. ഇദ്ദേഹം ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്. ഈ പൊളിറ്റിക്കൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നിരുന്നത് ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതികളുമായിട്ടാണ്. ആമസോണിനെതിരെയും അതുപോലെ മറ്റു പല സംഗതികൾക്കെതിരെയും ഒക്കെ ഇദ്ദേഹം ഫൈറ്റ് ചെയ്തിരുന്നു. ബ്ലാക്സിനെതിരെ അവരുടെ വിഷയങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്നു. അതുകൂടാതെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആൾ നിൽക്കുമ്പോൾ ഒരു കോമൺ സ്വഭാവമുണ്ട്. ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഈ ഇടതുപക്ഷക്കാരെന്തൊക്കെയാണ് ചെയ്യുന്നത് അത് തന്നെയായിരുന്നു ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ്. ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഈ ഇടതുപക്ഷം ഈ ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്ന ഒരു സംഗതി അതെങ്ങനെയാണ് ഇത്തരം ചുഴികളിൽ പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷയം നമ്മളിവിടെ ഒന്നുകൂടി ബോധിപ്പിച്ച് തരുന്നത്. അതും കൂടിയാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയുക. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ട് എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ ഈ ഇസ്ലാമിൻ്റെ ഒപ്പം ചേർന്നിട്ടുണ്ടോ അവിടെ ആദ്യം പണി തീർന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ പണിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ഉയർത്തി വെക്കുന്ന മുദ്രാവാക്യങ്ങൾ, അവർ മുന്നോട്ട് വെക്കുന്ന രീതി, ഇത് നടപ്പിലാക്കുന്ന രീതി, ഇതെല്ലാം ആദ്യം ഏറ്റെടുക്കുന്ന ആളുകളായിട്ട് മാറുന്നത് ആരാണ്? സത്യത്തിൽ മുസ്ലിങ്ങളെക്കാൾ മുന്നേ അത് ഏറ്റെടുക്കുന്ന ആളുകൾ ഇവിടുത്തെ ഇടതുപക്ഷമായിരിക്കും നമ്മളെപ്പോഴും പറയേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തീവ്രതയുള്ള ആളുകളായിരിക്കും അതിലേക്ക് ചാടി വീഴുക എന്നുകൂടി നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ചാടി വീണതിൻ്റെ പ്രൊഡക്റ്റാണ് സത്യത്തിൽ ഈ ഇന്തിഫാദ എന്ന് പറയുന്ന വാക്ക് തന്നെ. ഈ ഇന്തിഫാദ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉടലെടുക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഈജിപ്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നടന്ന ഒരു റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിക്കെതിരെ നടത്തിയ ഒരു റെവല്യൂഷൻ. ആ റെവല്യൂഷന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയൊരു വാക്ക്, അത് കണ്ടെത്തിയത് തന്നെ ഇടതുപക്ഷക്കാരാണ്, ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളാണ്. അവരോടൊപ്പം ചേർന്നത് ഈ ഇടതുപക്ഷമാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇതിനെ വലിയ തോതിൽ പ്രോത്സാഹനം കൊടുത്ത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ഒരു റെവല്യൂഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ റെവല്യൂഷൻ എന്ന് പറയുന്നൊരു സാധനമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായൊരു സ്വഭാവം ഇന്തിഫാദയുടെ. അതിൽ തന്നെ മറിച്ചിടുക എന്ന് പറയുമ്പോൾ അത് വെറുതെ ഇങ്ങനെ കൈകൊണ്ടെടുത്ത് മറിച്ചിടുന്നതല്ല. അതിനകത്ത് വെടിക്കോപ്പും വളരെ അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് നടത്തിപ്പോകുന്നിരുന്നത്. അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് കാലങ്ങളായിട്ട് അത് ചെയ്തു വന്നിരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കാണുമ്പോഴും അവിടെയും നമുക്ക് കാണാൻ കഴിയുക ഇത് തന്നെയാണെന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള കൊലക്കത്തി കയ്യിലെടുത്തുകൊണ്ടുള്ള വെടിക്കോപ്പ് കയ്യിലെടുത്തുകൊണ്ടുള്ള തരത്തിലുള്ള റെവല്യൂഷൻ തന്നെയാണ് അവിടെ എടുത്ത് വെക്കുന്നത്. അതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതിൽ ഓരോ വിഷയവും നമ്മളിങ്ങനെ പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് വശങ്ങളെന്ന് കൂടി ഒന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ തരത്തിൽ ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്ന ഈ സംഗതി, അതായത് ജിഹാദികൾ എടുത്തു വെക്കുന്ന അത്തരം ആശയങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകളായിട്ട് ഇവർ മാറുമ്പോൾ ഇത് ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് നിരന്തരം ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ വിഷയം നമ്മളിപ്പോൾ ഇവിടെ പറയുമ്പോൾ ഇതിന് തൊട്ട് മുന്നേ മറ്റൊരു സമയത്ത് ഇതേപോലെ ഒരു അറ്റാക്കിനുള്ള ശ്രമം ഉണ്ടായതിൻ്റെ ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം ഞാനിവിടെ വെക്കുകയാണ്. ഇത് ഒരു ഗവർണർക്ക് നേരെ അവിടെ നടത്തിയ ഒരു അറ്റാക്ക്. അതിനെന്താ കാരണം? ആ പറയുന്ന ആൾക്കെതിരെ ഒരു അറ്റാക്ക്, അതായത് ആഴ്സൺ അറ്റാക്ക് ഓൺ പെൻസിൽവാനിയ ഗവർണർ ജോഷ് ഷപ്പീറോ. ആളുടെ വീടിൻ്റെ നേർക്ക് ഇതേപോലെ ഒരു അറ്റാക്കിനുള്ള ശ്രമം നടത്തുകയാണ്, ആളെ കൊല്ലാൻ തന്നെ. അപ്പോൾ അവിടെ നടക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം പറയുന്നത്? അതായത് ബേസ്ഡ് അപ്പോൺ പെർസീവ്ഡ് ഇൻജസ്റ്റിസസ് ടു ദ പീപ്പിൾ ഓഫ് പാലസ്റ്റൈൻ ആസ് വെൽ ആസ് ഹിസ് ജൂയിഷ് ഫെയ്ത്ത്. ഇത് രണ്ടുമാണ് അതിൽ കാരണം. അപ്പോൾ ഒരു വ്യക്തിയുടെ റിലീജിയൻ, അവരുടെ വിശ്വാസപരമായിട്ട് അവർ നിലകൊള്ളുന്ന ഒരു ജൂതനായി ഇരിക്കുന്നു എന്നതിൻ്റെ പേരിൽ
അതിൻ്റെ പേരിൽ മാത്രം അവരെ കൊല ചെയ്യാൻ വേണ്ടി നടക്കുക, അവരെ ഇതേപോലെ തീർക്കാൻ വേണ്ടി നടക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നത്, ജൂതവിരുദ്ധത എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. അതുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത് പറയാൻ വേണ്ടി ഒരുങ്ങുന്നത്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ഇതിൽ കൃത്യമായിട്ടും നിങ്ങളിപ്പോൾ കൊന്നത് ആര് തന്നെയായാലും ഇതിൻ്റെ പിന്നിൽ അവരെ ഇളക്കി വിട്ടത് ആരാണ് എന്നാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ മറ്റൊരു വാർത്തയിൽ ഇത് പറഞ്ഞു. ഇപ്പോൾ നമ്മളെ ജ്യോതി മൽഹോത്ര അല്ലേ, നമ്മളെ പാകിസ്ഥാൻ ചാരയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അതിനെതിരെ നമ്മൾ വീഡിയോ ചെയ്തില്ല എന്നാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്ത ബാക്കിയുള്ള ആളുകളുടെ പേര് വിവരങ്ങളും എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ കൂടുതലും മുസ്ലിങ്ങളാണ്. 11 പേരെടുത്തപ്പോൾ അതിൽ 7 പേര് മുസ്ലിങ്ങളാണ്, ബാക്കിയുള്ള ആളുകൾ മറ്റു മതക്കാർ. പക്ഷെ നമ്മുടെ പ്രശ്നം മതമല്ല, അതിനകത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നുള്ളതും അതിനു വേണ്ടിയിട്ട് ഇപ്പുറത്ത് പാകിസ്ഥാന് വേണ്ടിയിട്ട് യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതും അവരുടെ ട്രാപ്പുകളിൽ പോയി വീഴുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ചിലവർ ട്രാപ്പിൽ പോയി വീഴുന്നു, ട്രാപ്പിൽ പെട്ടവരായി മാറുന്നു, ചിലവർ അത് നടത്തുന്ന ആളുകളായിട്ട് മാറുന്നു. അത് എന്ത് തന്നെയായാലും പാകിസ്ഥാനാണ് അതിൻ്റെ സൂത്രധാരൻ എന്നുള്ളതാണ് അവിടെ വരുന്നത്. പാകിസ്ഥാൻ്റെ ലക്ഷ്യം മതപരമായ ലക്ഷ്യമാണ്. അവിടെ ഇസ്ലാം സ്വാഭാവികമായിട്ടും വരും. എന്നിട്ടും നമ്മളിവിടെ പറയുമ്പോൾ ഇവരെ മതം നമ്മൾ പറയുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, തൽക്കാലം നിങ്ങൾ വെറുതെ വിട്ടു എന്നുള്ളത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അല്ലാതെ നമുക്ക് മതം പറയാൻ എന്തെങ്കിലും തിരുകാനുള്ള അവസരം ഇങ്ങനെ തപ്പി നടക്കുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതിലും നമുക്ക് മതം പറയാം, ഏതിലും നമുക്ക് മതം തിരുകാനുള്ള അവസരം ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ പറയുന്നു, ഇവിടുത്തെ വിഷയം ആൻറ്റി സെമിറ്റിസമാണ്. ആ ആൻറ്റി സെമിറ്റിസം പലരിലേക്കും പോകാം എന്നുള്ളതാണ്. ഇപ്പോൾ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയ ഒരു വലിയൊരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഹിറ്റ്ലറാണ് വരുന്നത്. ഹിറ്റ്ലർ മുസ്ലിം അല്ലല്ലോ. പക്ഷേ എന്നിട്ടും നമ്മൾ ഹിറ്റ്ലറെ അതിന് വേണ്ടിയിട്ട് ക്രൂശിക്കുന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ഒരു കുറ്റക്കാരൻ്റെ റോള് നമ്മൾ നിർത്തുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ഹിറ്റ്ലർ കൊണ്ട് നടന്ന ആൻറ്റി സെമിറ്റിക് ആയിട്ടുള്ള ആ ഒരു നിലപാടും അതിനുവേണ്ടി നടത്തിയിട്ടുള്ള രീതികളും, ആ എക്സ്റ്റെർമിനേഷൻ, ആ ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് കില്ലിംഗ് എന്ന് പറയുന്ന ഒരു രീതിയും, ഇത്രമാത്രം ആളുകളെ നേരിട്ട് കൊല്ലാനുള്ള ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതും, അതിലെ ആ ഒരു ക്രൂരത, അത് സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇത്രയും വലിയൊരു വിഷയമായിട്ട് നമ്മൾ പറയുന്നതും നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതക പരമ്പരയായിട്ടും കൂടി നമ്മളതിനെ കണ്ട് അതിനെ തള്ളി പറയാൻ വേണ്ടി നിൽക്കുന്നതും, അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് വേറെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അത് നമ്മൾ എടുത്ത് പറയേണ്ടി വരുന്നതും. ഇവിടെ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, ഈ ഇന്തിഫാദ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ, അതിനിപ്പോൾ ലോക്കലായിക്കോട്ടെ, പഞ്ചായത്ത് അടിസ്ഥാനത്തിലായിക്കോട്ടെ, അതിനിപ്പോൾ ഗ്ലോബലൈസ്ഡ് ആയിക്കോട്ടെ, ഏത് തന്നെയായാലും അതിനകത്തും ഒളിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഉറക്കെ പറയുന്നതും അത് ഇതേ ഹിറ്റ്ലർ നടത്തിയ സാധനം തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കൂടി അവിടെ ചേർത്ത് പറയേണ്ടി വരികയാണ്. ഈ പറയുന്ന പാലസ്റ്റീനിയൻ കോസ് എന്ന് പറയുന്ന ഒരു സാധനം, നമ്മൾ ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് അവിടെ ജീവിക്കുന്ന ആളുകൾ അവിടെ മനുഷ്യരാണ്. അവർക്ക് അവിടെ ഏത് തന്നെ പേരിലായാലും, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, ആര് തന്നെയായാലും അവരൊരു നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ജീവിച്ചോട്ടെ എന്ന് ധരിക്കുന്ന, എന്ന് സമ്മതിച്ചു കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള ആളുകളാണ് ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരും. മുഴുവൻ പേരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ആളുകൾ അതിൽ പെടുന്നില്ല. അതിൽ പെടാത്തത് ആരാണ്? അത് ക്രിസ്ത്യാനിയാണോ? അത് ഹിന്ദു ആണോ? അത് ജൂതനാണോ? അല്ല. അതാരാണ്? അത് പച്ചയ്ക്ക് നമുക്ക് പറയാൻ കഴിയും, അത് മുസ്ലിങ്ങളാണ് എന്ന് തന്നെ ഞാൻ പറയും. അതിൽ തീവ്രവാദിയെന്നോ ഒന്നുമില്ല. ഓരോ മുസ്ലിമും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അവിടെ ജീവിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് ചിന്തിക്കാൻ, എന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മതം ഇന്ന് ഉണ്ടെങ്കിൽ, അതിന്ന് പ്രാവർത്തികമാക്കുന്ന ഏതെങ്കിലും ഒരു മതമുണ്ടെങ്കിൽ അത് ഇന്ന് ഈ പേപ്പട്ടി മതം തന്നെയാണ്. അവിടെ നിങ്ങൾ മറ്റു മതങ്ങളെ കൊണ്ട് അതുപോലെയല്ലേ ഇത് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഞാനിവിടെ ഒന്നാമതായിട്ട് പറയുന്നത്. ഇനി ഇത് നമ്മൾ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ സംഘപരിവാറിൻ്റെ ഇത് നിങ്ങൾ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകൾ, അതിനകത്ത് ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആഭ്യന്തര ശത്രുക്കൾ എന്നേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അത് തന്നെ അന്നത്തെ സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞ് അവർ തന്നെ പറഞ്ഞ് അതിനെ തിരുത്തിയ സാധനം. എന്നാൽ ഇന്ന് ആജന്മ ശത്രുക്കൾ എന്ന് എഴുതി വെക്കുകയും അത് ഇതുവരെ തിരുത്താതിരിക്കുകയും അത് ഇന്നും അതേപോലെ പൊക്കിക്കൊണ്ട് നടക്കുകയും അത് നടപ്പിലാക്കാൻ നോക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അവരെക്കുറിച്ച് പറയാം, എന്നിട്ട് നമുക്ക് ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് പറഞ്ഞവരെക്കുറിച്ച് പറയാം. ആരാണത്? അത് ഹമാസ് തന്നെയാണ്. ഹമാസിൻ്റെ ചാർട്ടർ ഞാൻ അതിൻ്റെ ആ പ്രസക്ത ഭാഗം മാത്രം ഇവിടെ എഴുതിയിരിക്കുകയാണ്. ആ ചാർട്ടർ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഓൺലൈനിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. വലിയ പേജുകളുള്ള സാധനമാണ്. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് നമുക്കിവിടെ വായിക്കാനുള്ളത്. ഒന്ന് ഇത് തന്നെയാണ്: Israel will exist and will continue to exist until Islam will obliterate it, just as it obliterated others before it. എങ്ങനെയാണോ ഇസ്ലാം മുൻപുണ്ടായിരുന്ന പല ആളുകളെയും ഇവിടെ തച്ച് തരിപ്പണമാക്കിയത് എന്ന് പറഞ്ഞ മാതിരി ജൂതന്മാരെ, ഇസ്രായേലിനെയും ഇസ്ലാം
തരിപ്പണമാക്കും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെക്കുമ്പോൾ ഹമാസ് വിൽ ഒബ്ലിറ്ററേറ്റ് എന്നല്ല അവർ എഴുതിയിരിക്കുന്നത്, ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിങ്ങൾ ചെയ്യുന്ന സാധനമാണ്, ഇത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ് എന്നും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ പറയും ഇത് ഹമാസ് എഴുതി വെച്ചാൽ ഇസ്ലാമിനകത്ത് ഇതിനകത്ത് ബന്ധമൊന്നുമില്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അടുത്ത സെൻറ്റൻസ് വായിക്കുക. അതൊരു ഒരു ഹദീസാണ്. ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് വിൽ നോട്ട് കം അൺടിൽ മുസ്ലിംസ് ഫൈറ്റ് ജ്യൂസ് ആൻഡ് കിൽ ദം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഒരു മുസ്ലിം ഈ ജൂതനെ മായിട്ട് യുദ്ധം ചെയ്ത് അവനെ അവസാനത്തെ ജൂതനെയും ഇല്ലാതെയാകുന്നത് വരെ ഇവിടെ ലോകം അവസാനിക്കില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അതിന് താഴെയാണ് ഇവർ അവരുടെ ഒപ്പീനിയനും കൂടി അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെന്താണ്? ഹമാസ് റിഗാർഡ്സ് ഇറ്റ് സെൽഫ് the spearhead and the vanguard of the circle of the struggle against the world Zionism. Zionism എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പോട്ടെ, എന്തായാലും മദ്രസ പൊട്ടന്മാരാണ്. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്ലാമിക് ഗ്രൂപ്പ്സ് all over the Arab world should do the same, also do the same. അപ്പോൾ അറബ് വേൾഡിലുള്ള എല്ലാ ആളുകളും ഇതിന് സപ്പോർട്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. പണ്ട് അറബ്സ് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 48 ഉണ്ടാകുന്ന അന്ന് തന്നെ അവർക്കെതിരെ യുദ്ധവുമായിട്ട് അന്നത്തെ അറബികൾ ഇറങ്ങിയത്. ഇന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അവർ ഇറങ്ങില്ലായിരുന്നു. കാരണം എന്താണ്? ഇന്ന് അബ്രഹാം അക്കോർഡ്സിലൂടെ UAE, മൊറോക്കോ അതുപോലെ മറ്റ് പല രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് വളരെ മികച്ച ബന്ധം സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഏതാനും ചില അറബ് രാഷ്ട്രങ്ങൾ കൂടി ബാക്കിയുള്ളൂ. ഈജിപ്തൊക്കെ പണ്ടേ വന്നു, ജോർദൻ പണ്ടേ വന്നു, ബാക്കി ഓരോ രാജ്യങ്ങളായിട്ട് ക്യൂവിലാണ് എന്നും കൂടി വരുമ്പോൾ ഇപ്പോൾ അറബികൾ ഇതിന് കിട്ടില്ല എന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങളങ്ങ് യുദ്ധം തുടങ്ങുമ്പോൾ എല്ലാവരും കൂടി ഞങ്ങളെ സഹായിക്കാൻ വരുമെന്നും പറഞ്ഞാണ് ഇവിടെ ഇരുന്നത്. അവസാനം സഹായിക്കാൻ വന്നത് ഇവിടെ ഇളക്കി വിട്ടത് ഇറാൻ മാത്രമായി മാറി. ബാക്കി സഹായിക്കാൻ ഇറാൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. ഇറാനും ഇപ്പോൾ ഏതാണ്ട് തീരുന്ന അവസ്ഥയിലാണ്. അവിടെ വരെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതുപോലെ ഒരു സാധനമാണ് അവർ കൊണ്ട് നടക്കുന്നത്. അറബികളെ മുഴുവൻ ഇളക്കി വിടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിരുന്നത്. ഇത് തന്നെയായിരുന്നു ഒരു കാലത്ത് സംഭവിച്ചത്. ഇന്ന് അവർ പാഠം പഠിച്ചു. അബ്രഹാം അക്കോർഡ്സിലേക്ക് എത്തുമ്പോൾ അതിൽ കാര്യം മനസ്സിലാക്കിയിട്ട് അവർ ഇതിൽ നിന്ന് പിന്മാറി. ഇന്ന് സമാധാനത്തിന് ആണ് മുൻതൂക്കം, യുദ്ധത്തിനല്ല. ഇസ്രായേലികൾക്കും അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരും മാറുന്നു. ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനം അവർ എഴുതി വെച്ചിരിക്കുന്നത് since they are the best equipped for their future role in the fight against the warmongering Jews എന്ന് എഴുതി വെക്കുകയും അതിൻ്റെ തുടർന്ന് എഴുതുന്നതിൽ അവർ പറയുന്നത് ഇതിന് ഫൈറ്റ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ജിഹാദാണ് എന്നും കൂടിയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജിഹാദ് എന്ന് പറയുന്ന സാധനം, ജിഹാദ് സംബന്ധിച്ചിട്ടൊരു സംവാദം രാഹുൽ ഈശ്വറുമായിട്ട് വരുന്നുണ്ട്. ജിഹാദ് നന്മയോ തിന്മയോ എന്നുള്ളത്. ജിഹാദ് എന്ന് പറയുന്നത് ഒരു തിന്മയാണെന്ന് ഞാൻ വാദിക്കും, ജിഹാദ് നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ വാദിക്കും. നന്മയാണ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ വാദിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ തന്നെയായാലും അത് ജിഹാദിൻ്റെ ആളായിട്ടുള്ള രാഹുൽ ഈശ്വർ ഏറ്റെടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വർ തെളിയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ തറ പറ്റിക്കും, എന്നെ തോൽപ്പിക്കുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തോൽപ്പിക്കണം. അങ്ങനെയാണെങ്കിലാണല്ലോ ജിഹാദ് നന്മയാവുള്ളൂ. കാരണം ജോസഫ് മാഷ കൈവെട്ടിയിട്ട് ആ ചോര കൊടുത്ത ആളുകൾ ചെയ്തതാണ് ജിഹാദ് എന്നാണ് രാഹുൽ ഈശ്വർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, എന്തായാലും ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഏതെങ്കിലും പുതിയ ബാച്ച് കോയമാർ, മദ്രസ ജീവികൾ, ഇതൊന്നും അറിയാത്ത, ഇതിൻ്റെ വസ്തുതകളൊന്നും അറിയാത്ത, ഇതൊന്നും ഒറിജിനൽ ഹദീസല്ല, ഇതൊക്കെ കള്ള ഹദീസാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് നടക്കുന്ന ഏതെങ്കിലുമൊക്കെ വിശ്വാസികൾ കറങ്ങി നടപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആ ഹദീസും കൂടി ഞാനിന്നിവിടെ വായിക്കുന്നുണ്ട്. അതെന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? യഹൂദികളെ തോൽപ്പിക്കാതെ അന്ത്യദിനം സംഭവിക്കില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കിതാബ് തൗഹീദ്.com, നിങ്ങളവിടെ കയറി വായിച്ചു നോക്കുക. മുസ്ലിങ്ങളും യഹൂദികളും തമ്മിൽ യുദ്ധം നടക്കുകയും മുസ്ലിങ്ങൾ അവരെ കൊല്ലുകയും ചെയ്യുന്നത് വരെ അന്ത്യദിനം സംഭവിക്കില്ല. ഇത് ഹദീസാണ് കേട്ടോ. തീർച്ചയായും യഹൂദികൾ കല്ലുകൾക്കും മരങ്ങൾക്കും പിന്നിൽ ഒളിക്കും. ഓരോ കല്ലും മരവും വിളിച്ചു പറയും, അല്ലയോ മുസ്ലിം, അല്ലയോ അള്ളാഹുവിൻ്റെ അടിമേ, എനിക്ക് മുന്നിലൊരു യഹൂദിയുണ്ട്, വരൂ അവനെ കൊല്ലൂ എന്ന്. എന്നാൽ കർക്കത്ത് എന്ന മരമൊഴികെ അത് യഹൂദിയുടെ മരമാകുന്നു എന്നതാണ് ആ ഹദീസ് നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, പോയി തപ്പി നോക്കാം. തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ശരിയായ ഹദീസ് നമ്പർ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഇത് ഏതായാലും ഏതോ ഈ പറയുന്ന സുഡാപ്പികളുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത സാധനമാണ്. അവർക്കും തെറ്റുപറ്റാലോ, പാവങ്ങളാണ്. അപ്പോൾ ഇതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ഈ ഗർക്കത്ത് എന്ന് പറയുന്ന മരം, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇസ്രായേൽ മുഴുവൻ നട്ടുപിടിപ്പിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞിവിടെ നമ്മളുടെ മദ്രസ പൊട്ടന്മാരെ പറ്റിക്കുന്ന പരിപാടിയും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ടും അങ്ങനെ പറ്റിക്കപ്പെട്ട ഒരു മദ്രസ പൊട്ടനായിരുന്നല്ലോ ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൽ പോയപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ച സാധനം, എവിടെ എൻ്റെ ഗർക്കത്ത് മരം, ഇവിടെ നട്ടുപിടിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഗർക്കത്ത് മരം കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ സത്യത്തിൽ വന്നത്. എവിടെ അത് എന്ന് ഞാൻ പല സ്ഥലത്ത് പലരോട് അന്വേഷിച്ചു. ഒരാൾ പോലും കണ്ടിട്ടില്ല. അവസാനം
ഞാൻ വളരെ വിഷണ്ണനായിക്കൊണ്ട് കുണ്ഠിതനായിക്കൊണ്ടാണ് ഞാൻ അവിടുന്ന് മടങ്ങിയത്. മാത്രമല്ല അന്നേരം എൻ്റെ നാക്കിൽ പണ്ഡിതരോട് പറയാനുള്ള ചില തെറികളും ഉണ്ടായിരുന്നു എന്നുകൂടി ഒന്ന് ഓർക്കുക. അതായത് ഇതുപോലെ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് ഇസ്രായേലികൾ അവിടെ നട്ടുപിടിപ്പിക്കുന്ന കർക്കത് മരമാണെന്ന് പറഞ്ഞിട്ടൊരു ചിത്രവും വരെ ഇവിടെ പ്രചരിപ്പിക്കും. ഞാൻ അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ആ മരം ഏതാണ്? അത് സത്യത്തിൽ ഒലിവ് മരമാണ്. ഈ യഹൂദികളുടെ അല്ലെങ്കിൽ ജൂതന്മാരുടെ മരം എന്ന് പറഞ്ഞ് അവർ കൊണ്ട് നടക്കുന്ന ആഘോഷിക്കുന്ന മരം ഏതാ സത്യത്തിൽ? അത് ഒലിവ് ട്രീ ആണ്. ഈ ഒലിവ് മരമാണ് അവർ അവരുടെ പ്രത്യേക ഫംഗ്ഷൻസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദിയിലൊക്കെ നടുന്നതായിട്ട് അവരെപ്പോഴും കാണിക്കുക. കാരണം അവരുടെ അഭിവൃദ്ധിയുടെ, അവരുടെ പ്രൊട്ടക്ഷൻ്റെ, അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രതീകമായിട്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തെങ്ങ് എങ്ങനെയാണോ എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒലിവ് മരം എന്ന് പറയുന്നത്. അതാണ് അവർ നടുക. പക്ഷേ ആ ചിത്രം കാണിച്ചിട്ട്, ആ കുറ്റിച്ചെടി കാണിച്ചിട്ട് ഇവിടെ പറയും അത് കണ്ടില്ലേ ഇത് ഗർക്കത് മരമാണെന്ന് പറയും. ഗർക്കത് മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ വരുന്ന ഒരു വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. അത് മുള്ളാണ്. ആ സാധനം ആരും വീട്ടുമുറ്റത്ത് കൊണ്ടൊന്നും നടില്ല എന്നെങ്കിലും ഒന്ന് ഓർക്കാനുള്ള ആ ബോധം അതുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളിവരെ മദ്രസ ജീവികൾ, മദ്രസ പൊട്ടന്മാർ എന്നൊന്നും വിളിക്കില്ലല്ലോ. ഏതായാലും ഇതുപോലെയുള്ള നുണകൾ വിശ്വസിക്കാൻ പാകത്തിന് ഇങ്ങനെ നിന്നു കൊടുക്കുന്നത് ആളുകളായതുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളെയല്ല ഞാൻ മദ്രസ പൊട്ടൻ എന്ന് വിളിച്ചത്. ഇതുപോലെ ഇപ്പം ഞാനൊക്കെ ഒരു എക്സ് മദ്രസ പൊട്ടനാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് കാര്യം. അപ്പം ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഗ്ലോബലൈസ്ഡ് ഇന്തിഫാദ, അതിൻ്റെ ചില ചിഹ്നങ്ങൾ. അതിൽ ഒരു കോമൺ ചിഹ്നമുണ്ട്. ആ ചിഹ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ കൈ നിങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ കൈ? ഈ ഇന്തിഫാദ ഗ്ലോബലൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ കൈ ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട ആവശ്യം എന്താ ഉള്ളതെന്നാണ് ഞാൻ എപ്പോഴും പണ്ടേ ആലോചിച്ചിരുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ പണ്ടേ കാണുന്നതാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കാണുന്നു സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട്. ഇത് ആരുടെ കൈയാണ്? ഇതെന്താണ് ഈ കൈ ഇങ്ങനെ പൊക്കി വെച്ചത്? ഇവരുടെ എല്ലാവരുടെയും ചിത്രത്തിൽ ഒന്നുകിൽ കഫിയെ കാണാം, അല്ലെങ്കിൽ ഇറാൻ്റെ പ്രധാനമന്ത്രീനെ കാണാം, നമ്മളുടെ ഹുറികളുടെ അടുത്തേക്ക് എത്താൻ പോകുന്ന, അതുകൂടാതെ നമ്മളുടെ പാലസ്റ്റൈൻ എന്ന് പറയുന്ന ആ കള്ള രാഷ്ട്രത്തിൻ്റെ പതാകയും നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിനി അങ്ങനെ പറയുള്ളൂ. കാരണം ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പോട്ടെ, ഒരു മനുഷ്യന്മാരല്ല അവിടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഒന്ന് പേരിനെ സമ്മതിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് അത് വെച്ചിട്ട് അവർ അതിനേക്കാൾ വലിയ നുണ ഉണ്ടാക്കുന്ന അവസ്ഥ വരുമ്പോൾ ആദ്യത്തെ നുണ തന്നെ നമ്മൾ ഇനിയിപ്പോൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല, അത് നമ്മൾ ഇപ്പോൾ നിലവിൽ അംഗീകരിക്കുന്നില്ല. ഗാസ അവിടെ ഉണ്ട്, വെസ്റ്റ് ബാങ്ക് ഉണ്ട്, അത്ര ഇനിയിപ്പോൾ നമ്മൾ സമ്മതിക്കുകയുള്ളൂ. പോട്ടെ, തൽക്കാലം അങ്ങനെ അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ ഏതായാലും ഇവരുടെ ഈ കോമൺ ഈ സൈൻ എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ സല്യൂട്ടാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. ഇവരെയാണ് നമ്മൾ ജനോസൈഡ് വിരുദ്ധർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കണമെന്ന് അവർ നമ്മളോട് കഴുത്തിൽ കത്തി വെച്ചിട്ട് ആവശ്യപ്പെടുന്നത്. അത് പള്ളി പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയുള്ളൂ. സൗകര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നതിന് അടിമപ്പെടാൻ, നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് ജയ് വിളിക്കാൻ, പലസ്തീനിയൻ കോസിന് വേണ്ടി നിലകൊള്ളാൻ നമ്മളെ കിട്ടില്ല, എന്നെ കിട്ടില്ല. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഈ കാരണം. ഈ കാപട്യം, ഇത്തരത്തിലുള്ള മറ ഇല്ലാതെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരമുഖം, ഇതിന് പുറത്തെടുക്കാൻ ഇവർക്കൊരു ജാള്യതയുമില്ലാത്ത ഒരവസ്ഥ. ഇത് കണ്ടുകൊണ്ട് ഇത് മനമെടുത്ത് തന്നെയാണ് സത്യത്തിൽ നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിറങ്ങുന്നതും. അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചപ്പോൾ അത് ഉറക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറിയതും. കാരണം ഇത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം നമ്മൾ സ്കൂൾ തലം മുതൽ പഠിക്കുന്നതാണ് ആരാണ് ഹിറ്റ്ലർ എന്താ ചെയ്തിരുന്നത് എന്നത്. നമ്മൾ സ്കൂൾ തലം മുതൽ പഠിക്കുന്ന ഒരു മദ്രസ വിദ്യാർത്ഥിയായി ജീവിച്ചിരുന്ന ഒരു മുസ്ലിമായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം വരുമ്പോൾ അവിടെ ഈ പാലസ്റ്റൈൻ എന്ന് പറയുന്ന സാധനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, ഒരു പാലസ്തീനിയൻ കോസിന് വേണ്ടി നിലനിൽക്കാൻ, ഗാസക്കാർക്ക് വേണ്ടി നിലനിൽക്കാൻ നിങ്ങൾക്ക് ഹിറ്റ്ലറെ കൂട്ടുപിടിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് കാണാനിട വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ തകരാറുണ്ട്, എവിടെയോ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എന്ന് അന്ന് ഫീൽ ചെയ്യുന്നതാണ്. അന്ന് മുതൽ നമ്മളിതിൻ്റെ അന്വേഷണം തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മളെ മുന്നിലേക്ക് തുറന്നു വന്ന ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കാത്ത സാധനങ്ങളാണ്. നമുക്ക് ഒരിക്കലും അത് നമുക്ക് സ്റ്റൊമക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണിത്. ഇത് 1904, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം മദ്രസ പൊട്ടന്മാർ ഇനി എപ്പോഴും ഇത് കേൾക്കാൻ നമ്മൾ ഏത് വീഡിയോ എന്ന് ചോദിക്കാൻ പറ്റില്ല. എല്ലാ വീഡിയോയിലും ഇത് പറഞ്ഞാൽ പിന്നെ എല്ലാത്തിലും ഉണ്ടെന്ന് പറയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയണം. അപ്പോൾ ഇതൊരു ചിത്രം 1941 ഈ അമീൻ അൽ ഹുസൈനി എന്ന് പറയുന്ന ജെറൂസലം മുഫ്തി പോയിട്ട് ഈ ഹിറ്റ്ലറെ കണ്ടിട്ട് അവിടെ ചില അപ്രൂവൽ കൊടുക്കുന്നു, ചില നിർദ്ദേശങ്ങൾ വെക്കുന്നു, ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. എന്തൊക്കെയാണത്? പൊന്നു ഹിറ്റ്ലർ ചേട്ടാ, ഞമ്മക്ക് രണ്ടുപേർക്കും കോമൺ എനിമീസാണ്. നിങ്ങൾ ഇവിടെ ജൂതനെ കൊല്ലുന്നു, ഞങ്ങൾക്കും അവിടെ കുറേ ജൂതന്മാരെ കൊല്ലാനുണ്ട്, ഒന്ന് കൊന്നു തരുമോ എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ ഇസ്രായേലിനോട് ചേർന്നുള്ള ചില മരുഭൂമി പ്രദേശത്ത് ഹിറ്റ്ലർ എന്താണോ അവിടെ ഈ ഓഷ്വിറ്റ്സിലൊക്കെ മെയിൻ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു അതിന് പദ്ധതി ഇട്ടുകൊണ്ടിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലുള്ള സംവിധാനങ്ങൾ അത് ഈ മരുഭൂമിയിലും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള
തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഹുസൈനി. എന്ന് വെച്ചാൽ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതെന്തിൻ്റെ പേരിലാണ്? മതത്തിൻ്റെ പേരിലാണ്. ഏത് മതം? ഇസ്ലാം മതം. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ പേപ്പട്ടി മതം. പേപ്പട്ടി മതത്തിൽ ആര് പറഞ്ഞത്? മുഹമ്മദ് നബി പറഞ്ഞത്. എന്താ മുഹമ്മദ് നബി പറഞ്ഞത്? അവസാനത്തെ ജൂതനെ കൊന്ന് തള്ളാതെ ഇവിടെ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞ ആ നബി വചനം അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച കഴുകന്മാരും കഴുതകളൊക്കെ കൂടിയാണ് ഈ പറയുന്ന നാട് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിച്ച ചില മണ്ടന്മാരായിട്ടുള്ള കമ്മികളാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ സംഭവിച്ച ഈ ഒരു 2 പേരുടെ ആ കൊലപാതകത്തിന് കാരണമായി മാറിയത്. അവരാണ് വെടിവെച്ച് കൊന്നത്. അവരെ വെടിവെച്ച് കൊന്നത് ഇതുപോലെ ഒരു ട്രാപ്പിൽ ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും ഈ വോക്ക് ആയിട്ട് നടക്കുന്ന ആളുകൾ അവരതിൽ പെട്ടുപോവാണ്. അവരാണ് ഇതിൽ വന്ന് പെടുന്നത്. കാരണം അവർക്ക് ഇന്ന് റെലവൻ്റ് ആണെന്ന് കാണിക്കാൻ ഇതുപോലുള്ള ചില ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും ഇതുപോലുള്ള ചില റൈറ്റ്സ് അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിസം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ പേക്കൂത്തുകളും അല്ലാതെ അവർക്കിന്ന് ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. ഇതൊരു രോഗമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. ചികിത്സ കൊടുക്കേണ്ട സാധനമാണെന്നാണ് ഞാൻ പറയുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവരുടെ കൊലപാതകത്തിന് കാരണമായത് ഇതാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അങ്ങ് ഏതോ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല, ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു മലയാളത്തിലുള്ള ഒരു കമൻ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് റിൻഷാ റാസിഖ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്ത സ്ക്രീൻഷോട്ടാണ്. പണ്ട് ഹിറ്റ്ലറെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇതിൽ കുറച്ച് പേരെ ബാക്കി വെക്കുന്നു, വരും നാളുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് അവരെ ചുട്ടുകൊന്നത് എന്ന്. ഈ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ, ഇതേ കമൻറ്റ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പല സ്ഥലത്തും പണ്ട് എഴുതിയിരുന്ന ഒരു വെറും മദ്രസ പൊട്ടനാണ് ഞാൻ. അന്ന് ഞാനിത് എഴുതിയതിൻ്റെ പേരിൽ തന്നെ അന്നത്തെ ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളൊരു ചരിത്രമാണ്. എന്ന് വെച്ചാൽ നമ്മളന്ന് ഹോമിയോപ്പതി മേഖലയിൽ നിൽക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ്, ഇന്നിപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഈ മേഖലയിൽ ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഉള്ളത് എന്നതുമാതിരി അന്നും ഈ ഹോമിയോ മേഖലയിൽ ഒരുപാട് ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് ഉണ്ടായിരുന്നു. പല CME പ്രോഗ്രാംസ്, അതുപോലെ ഗസ്റ്റ് ഫാക്കൽറ്റീസിനെ കൊണ്ടുവരിക, അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് സംഘടിപ്പിക്കുക, ഇങ്ങനെയുള്ള പല പരിപാടികൾ നമ്മൾ അന്ന് ചെയ്തു. അന്ന് സോഷ്യൽ മീഡിയയിലല്ല, ഓഫ്ലൈനായിട്ടാണ് നടത്തുക. കോളേജുകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് അന്ന് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂനെയിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പദ്ധതി ഇടുകയും അങ്ങനെ ഒരു ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷൻ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരു ഇസ്രായേലി വനിതയായിരുന്നു. അവർ നമ്മൾ ഈ ചർച്ചകൾ നടത്തി അവരുടെ യാത്ര ഫിക്സ് ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ഫോറത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമ്മളെ നിയമിക്കുക വരെ ചെയ്ത ആ ഒരു ഘട്ടത്തിലായിരുന്നു അന്ന് 2011 13 14 അവിടെ ഒരു ഗാസ ഇതുപോലൊരു വിഷയം തുടങ്ങുകയും അന്ന് ഒരു മദ്രസ പൊട്ടനായ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ അന്നത്തെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അന്നത്തെ ഈ ഗാസക്കാർക്ക് വേണ്ടിയിട്ടും പോസ്റ്റുകൾ ഇടുന്ന കൂട്ടത്തിൽ ഹിറ്റ്ലറുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഞാൻ പലപ്പോഴും ഉപയോഗിച്ചത്. അതിൽ ഉപയോഗിച്ച സാധനം ഇത് തന്നെയായിരുന്നു, ഇതിൻ്റെ ഇംഗ്ലീഷ് തന്നെയായിരുന്നു പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ചിത്രം വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ചിത്രം ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടതോടുകൂടി അവർ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതെന്താ ഇങ്ങനെ, ഇതിങ്ങനെയാണ് എന്ന് ഞാൻ പറയുകയും അന്നത്തോടുകൂടി എന്നെ ബ്ലോക്ക് ചെയ്യുകയും ആ പരിപാടിയിൽ നിന്നെല്ലാം എന്നെ ക്യാൻസൽ ചെയ്യുകയും എന്നെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയും ചെയ്തു. നമ്മളായിട്ട് യോജിക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തത് ശരിയായില്ല എന്നാണ് അന്ന് എനിക്ക് തോന്നിയത്. അവരെന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് എനിക്കന്ന് തോന്നിയത്. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറയേണ്ടി വരിക. കാരണം ഞാൻ ആ പറഞ്ഞ സാധനം ഹിറ്റ്ലറെ കൂട്ടുപിടിച്ചിട്ടാണ് പറയുന്നത്. ഇന്നലെ ഇപ്പോൾ നമ്മളുടെ കോയ കോളിങ്ങിൽ ഒരു മദ്രസ ജീവി ഇതേപോലെ വിളിച്ചിട്ട് ഹിറ്റ്ലറെ പുകഴ്ത്തുന്നത് നമ്മൾ ഇന്നലെ ലൈവായിട്ട് കേട്ടതാണ്. അപ്പോൾ ഇതേപോലെ ഒരു സംഗതി നടക്കുമ്പോൾ ഇതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു വേള ചിലപ്പോൾ അവരും തോക്കെടുത്തേക്കാം, വാളെടുത്തേക്കാം, കത്തിയെടുത്തേക്കാം എന്നൊരു ഭയം അതൊരു ജൂതൻ്റെ മനസ്സിൽ വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. കാരണം അവരിത് കടന്ന് ഇത് തരണം ചെയ്ത് ഇതിൽ ജീവിച്ച വ്യക്തികളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ്. അവർ സ്വാഭാവികമായിട്ടും പേടിക്കും. ഇങ്ങനെ ഒരു ആരിഫ് ഹുസൈൻ TM ഇങ്ങനെ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ കറങ്ങി നടന്നാൽ, അതും ഇടയ്ക്കിടയ്ക്ക് ഹിറ്റ്ലറെ പുകഴ്ത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാൻ അവർക്ക് കാരണമുണ്ടായി എന്ന് തന്നെയാണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അന്ന് പക്ഷേ അത് പിടിയിട്ടില്ല. കാരണം അന്ന് ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ ഇത് ഇത്ര വലിയ സംഭവമാണെന്നൊന്നും അന്ന് പക്ഷേ നമുക്ക് ഉള്ളിലൂടെ പോകുന്നുണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ ഇപ്പുറത്തെ മുഹമ്മദ് നബീനെ വെച്ചിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞത് ഹിറ്റ്ലർ പറഞ്ഞത് ഒരേ സാധനം, മുഹമ്മദ് നബി പറഞ്ഞ സാധനം നടത്തി കാണിച്ച ആളാണ് ഹിറ്റ്ലർ. അപ്പോൾ അത്രയ്ക്ക് കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഇന്നലത്തെ നമ്മളെ ലൈവിൽ വിളിച്ച കോയം പറഞ്ഞത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഏതായാലും ഇത് ഒരു മലയാളത്തിലുള്ള ഒരു കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ആഗോളതലത്തിൽ തന്നെ കറങ്ങി നടക്കുന്ന സാധനങ്ങളാണ്. അൽ ഹെയിൽ ഹിറ്റ്ലർ. Okay, I have a deep respect for Hitler now. He is my role model. He was right all the time.
ഹി ഷുഡ് ഹാവ് കിൽഡ് ഓൾ ദ ജ്യൂസ് എന്ന് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഇത് എത്രമാത്രം അബദ്ധമാണ് ഈ പറഞ്ഞത്, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പോലും അവർക്ക് തോന്നാതെ ഇത് വലിയ അഭിമാനത്തോടുകൂടി പറയുന്ന കോയമാർ. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇഫ് ഹിറ്റ്ലർ വാസ് അലൈവ് ഹി വോണ്ട് റിപ്പീറ്റ് ഹിസ് മിസ്റ്റേക്ക് ബൈ ലീവിങ് സം ജ്യൂസ് അലൈവ്, ഹി വുഡ് ബറി ദം അലൈവ് എന്ന് പച്ചയ്ക്ക് എഴുതി വെക്കുന്ന കാക്കാൻ. ഇഫ് ഹിറ്റ്ലർ വാസ് അലൈവ് വുഡ് ഹാവ് ജോയിൻഡ് ഹിസ് ആർമി ടു കിൽ ജ്യൂസ് എന്ന് എഴുതി വെക്കുന്ന കാക്കാൻ. ഇഫ് ഹിറ്റ്ലർ വാസ് അലൈവ് ദിസ് വേൾഡ് വുഡ് ബി എ ബെറ്റർ പ്ലേസ് ക്ലീൻ ഫ്രം ജ്യൂസ് എന്ന് എഴുതി വെക്കുന്ന കാക്കാൻ. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ജൂതൻ്റെ മൊബൈൽ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് വേറെ കാര്യം കേട്ടോ. എന്തായാലും ഹിറ്റ്ലർ അങ്ങ് വലിയ മഹാനായിട്ട് മാറുകയാണ്. ഇനി അടുത്തത് ഹുസൈനെ ചൗധരി എഴുതി വെച്ചിരിക്കുകയാണ്. ഹിറ്റ്ലർ, ജ്യൂസ്, സയനിസം, ഗാസ, പാലസ്റ്റൈൻ എല്ലാ ഹാഷ്ടാഗും ഉണ്ട്. ഹോളോകോസ്റ്റ് ഓവർ, വേൾഡ് കപ്പ് ഫൈനൽ, ജർമ്മനി വേഴ്സസ് അർജന്റീന. ആ സമയത്ത് കണ്ടാന്ന് തോന്നുന്നു. യെസ് മാൻ, യു ആർ റൈറ്റ്, ഐ കുഡ് ഹാവ് കിൽഡ് ഓൾ ദ ജ്യൂസ് ബട്ട് ഐ ലെഫ്റ്റ് സം ഓഫ് ദം ടു ലെറ്റ് യു നോ വൈ ഐ വാസ് കില്ലിങ് ദം എന്ന ഹിറ്റ്ലർ പറയാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഹിറ്റ്ലർ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഇനി അടുത്തത് പർദ്ദയിട്ട താത്ത പറയുകയാണ്, ബി പ്രിപ്പയർഡ് ഫോർ ദ റിയൽ ഹോളോകോസ്റ്റ് എന്നാണ് പറയുന്നത്. യഥാർത്ഥ ഹോളോകോസ്റ്റ് വരാനിരിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് എവിടെയാണ്? ഇത് ഇസ്രായേലിൽ നിന്നിട്ടല്ല പറയുന്നത്, ഗാസയിൽ നിന്നിട്ടും അല്ല പറയുന്നത്, ഇത് യൂറോപ്പിലോ അമേരിക്കയിലോ നിന്നിട്ട് പറയുന്ന താത്തയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അടുത്തത് ഇതാണ് ഒറിജിനൽ പോസ്റ്റ്, ഇതാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞ സാധനം. ആഫ്റ്റർ ഡേർട്ടി ഫിലിം അഗെയിൻസ്റ്റ് അവർ ബിലോവഡ്. അന്നൊക്കെ ഇത് കാണുമ്പോൾ വലിയ പ്രശ്നമാണല്ലോ. എന്തായാലും ഇതിൽ പറഞ്ഞത് ഒരു സാധനമാണ്, ഹിറ്റ്ലർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി. ഞാനിതിൽ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, യൂട്യൂബൊക്കെ ഭേദമാണെന്ന് പറയുകയാണ്. അതായത് ഈ പോസ്റ്റ് ഇങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോസ്റ്റായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഫേസ്ബുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു, ഫേസ്ബുക്കിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തു. കാരണം ഈ ചിത്രമോ ഈ വാചകങ്ങളോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പിക്ചറിലാണെങ്കിൽ പോലും അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഗോഡ് ബ്ലസ് ഹിറ്റ്ലർ. ഏത് ഗോഡ്? അള്ളാഹു കേട്ടോ. ഇതാണ് സംഗതി. എന്ന് വെച്ചാൽ ഹിറ്റ്ലറിനെ ഇതുപോലെ വാഴ്ത്തുന്ന ഒരു കൂട്ടം ആളുകൾ ഇത് വേറെ എവിടെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതാണ് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.